നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടുപടിക്കൽ CPM ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ED വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞ് CRPF ജവാന്മാരുമായി ഏറ്റുമുട്ടിയ ആ ക്രൂരമായ സംഭവം നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികൾക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഇതിനു മുമ്പ് ഇന്ത്യയിൽ എവിടെയാണ് ഇങ്ങനെ നടന്നിട്ടുള്ളതെന്ന് ഓർമ്മയുണ്ടോ? പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് സന്ദേശ് ഗാലി റാലിയിൽ റേഷൻ അഴിമതി കേസ് അന്വേഷിക്കാൻ ചെന്ന ED ഉദ്യോഗസ്ഥരെ TMC നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ 200-ലധികം വരുന്ന ഗുണ്ടകൾ ഇതേപോലെ ആക്രമിച്ച് വധിക്കാൻ നോക്കിയിരുന്നു. അന്ന് 3 ED ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും വാഹനങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അതിന്റെ അനന്തരഫലം എന്തായിരുന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കൽക്കട്ട ഹൈക്കോടതി ഈ കേസ് അടിയന്തരമായി CBIക്ക് കൈമാറുകയും ഒന്നാം പ്രതിയായ ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള ഗുണ്ടകളെല്ലാം ഇന്നും ജയിലിന്റെ അഴിക്കുള്ളിൽ കിടന്ന് നരകിക്കുകയുമാണ്. ബംഗാളിലെ ആ ഗുണ്ടാ മോഡലാണ് ഇപ്പോൾ കേരളത്തിൽ CPMകാർ ഇറക്കിയിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ കേന്ദ്ര ഏജൻസികളെ ആക്രമിക്കാൻ ആർക്കും ഇതൊരു പ്രചോദനമാകരുത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പോലീസിന്റെ മൂക്കിന് താഴെ നടന്ന ഈ ഒരു അക്രമത്തിനെതിരെ കേന്ദ്രം അതീവ കർശനമായ നടപടികളിലേക്ക് നീങ്ങുകയാണ്. CPM ഗുണ്ടകൾ തെരുവിൽ അക്രമം കാട്ടി EDയെ പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ അത് തിരിഞ്ഞുകുത്തിയത് വീണ വിജയനെ തന്നെയാണ്. റെയ്ഡിനിടയിൽ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വീണ നൽകിയ മറുപടികൾ ഒന്നും തന്നെ തൃപ്തികരമല്ലായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിന് പിന്നാലെ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സകല പഴുതുകൾ ഉപയോഗിച്ച് ED നടത്തിയ വിപുലമായ പരിശോധനയിൽ ഞെട്ടിക്കുന്ന നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ 4 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ വീണ വിജയന്റെ 3 ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ആകെ 242 ബാങ്ക് അക്കൗണ്ടുകളാണ് ED മരവിപ്പിച്ചിരിക്കുന്നത്. മരവിപ്പിച്ച ഈ അക്കൗണ്ടുകളിലായി ആകെ 18.36 കോടി രൂപയാണ് ED ഒറ്റയടിക്ക് പൂട്ടിവെച്ചിരിക്കുന്നത്. പിടിച്ചെടുത്ത ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയും മറ്റ് ബാങ്ക് രേഖകളുടെയും ഉറവിടം കണ്ടെത്താനാണ് ED ഇപ്പോൾ നീങ്ങുന്നത്. അണികൾ അവിടെ കിടന്ന് കാറ് തല്ലിപ്പൊളിച്ചപ്പോൾ ED ഇവിടെ വന്ന് അഴിമതി പണത്തിന്റെ സകല സ്രോതസ്സുകളും അറുത്തുമാറ്റുകയായിരുന്നു. CMRL എക്സാലോജിക് അഴിമതിയിലൂടെ വെറും 1.72 കോടിയോ 2.78 കോടിയോ മാത്രമല്ല, മറിച്ച് ഏകദേശം 130 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഭീകരമായ സാമ്പത്തിക ക്രമക്കേടാണ് ED ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ വാങ്ങിയ ഈ പണം ഉപയോഗിച്ച് വീണ വിജയൻ മറ്റേതൊക്കെ സ്ഥാപനങ്ങളിലോ കമ്പനികളിലോ നിക്ഷേപം നടത്തിയിട്ടുണ്ട്? ഈ പണം ഏതൊക്കെ രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും വിതരണം ചെയ്തു എന്നതിന്റെ മണി ട്രെയിൽ അഥവാ പണത്തിന്റെ ആ ഒരു വഴിയാണ് ED കൃത്യമായി നിരീക്ഷിച്ചു വരുന്നത്. ഇതിനിടയിലാണ് റെയ്ഡിൽ വീണയുടെ മൊബൈൽ ഫോൺ ED പിടിച്ചെടുക്കുന്നത്. ഈ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും അതീവ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ EDക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അടുത്ത ഘട്ട അന്വേഷണങ്ങൾ ഇനി കേരളത്തിലല്ല, മറിച്ച് നേരിട്ട് ഡൽഹിയിൽ വെച്ചായിരിക്കും നടക്കുക. ഫയലുകളും തെളിവുകളും ഡൽഹി ആസ്ഥാനത്തേക്ക് മാറ്റുന്നതോടെ പിണറായി വിജയനും CPMനും ഈ കേസിൽ ഇവിടെ ഇരുന്ന് ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. ഇന്നലെ അക്രമം നടത്തിയ 300ഓളം CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ സംസ്ഥാന പോലീസ് കേസെടുക്കുകയും 19ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അക്രമം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. വരും ദിവസങ്ങളിൽ വീണ വിജയന് ഔദ്യോഗികമായി നോട്ടീസ് നൽകി കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യും. അവിടെ അവർക്ക് കൃത്യമായ തെളിവുകൾ നിരത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കമ്പനി ആക്ട് സെക്ഷൻസ് 447 പ്രകാരം 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റത്തിൽ വീണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. അഴിമതി അന്വേഷിക്കാൻ വരുന്നവരെ കല്ലെറിഞ്ഞോടിക്കാമെന്ന് വിചാരിച്ച ബംഗാളിലെ ഷാജഹാൻ ഷെയ്ഖ് ഇന്ന് ജയിലിലാണ്. അതേ ഗതി തന്നെയാണ് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അണികളെ തോക്കിൻ മുനയിലേക്ക് തള്ളിവിട്ട് സ്വന്തം മകളുടെ അഴിമതി മറയ്ക്കാൻ നോക്കുന്ന പിണറായി വിജയനും വരാൻ പോകുന്നത്. ചോദ്യങ്ങൾക്ക് മുന്നിൽ വിയർത്ത വീണ ഇനി ED ഓഫീസിലും അതിനുശേഷം ജയിലിലേക്കും പോകുന്ന നാളുകളാണ് വരുന്നത്. അക്രമം കൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കാമെന്ന് കരുതിയ കാരണഭൂതന് കേന്ദ്ര ഏജൻസി നൽകിയ ഈ ഒരു തിരിച്ചടി കണ്ട് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്.